തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തതോടെ കോൺഗ്രസിലും ബി.ജെ.പിയിലും വലിയ പൊട്ടിത്തെറിയാണ്. സീറ്റ് കിട്ടാത്ത ആൾക്കാർ മറ്റ് റിബലുകളായും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളിലേക്കുമൊക്കെ പോകാനുള്ള ലക്ഷണങ്ങളും സൂചനകളുമാണ് കാണിക്കുന്നത്. നേരത്തെ സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപിച്ചതിപ്പോൾ കോൺഗ്രസിന് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുന്നു എന്ന് വേണം പറയാൻ. തിരുവനന്തപുരം നഗരസഭാ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ ഈ പൊട്ടിത്തെറിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സ്ഥാനാർത്ഥി നിർണയത്തിൽ പ്രതിഷേധിച്ച് കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ 50-ലേറെ പേർ രാജിവെച്ചു. നേതൃത്വത്തിന് തലവേദന ഉയർത്തി റിബൽ സ്ഥാനാർത്ഥികളും രംഗത്ത്. പുഞ്ചക്കരയിൽ AG കൃഷ്ണവേണി റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കും. പൗണ്ട് കടവിലും പ്രതിഷേധം. നേമം സജീറിന് സീറ്റ് നൽകിയത് ബി.ജെ.പിയുമായുള്ള ധാരണയെന്നും ആക്ഷേപം. നൃപൻ ചേരുകയാണ്. നൃപൻ, ഏതാണ്ട് വലിയ മേൽക്കൈ കിട്ടും എന്ന് പറഞ്ഞ് കോൺഗ്രസ് നേരത്തെ കയറി സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. ഇതിപ്പോ വലിയ അബദ്ധത്തിൽ പെട്ടിരിക്കുകയാണല്ലോ. ഷമ്മി, വലിയ തരത്തിലുള്ള പൊട്ടിത്തെറിയാണ് തലസ്ഥാനത്ത് കോൺഗ്രസിന് നേരിടേണ്ടി വന്നിട്ടുള്ളത്. നേരെ മുകളിൽ നിന്ന് സ്ഥാനാർത്ഥികളെ കെട്ടിയിറക്കി ഇക്കാര്യത്തിൽ പ്രാദേശികമായി ബൂത്ത് വാർഡ് പ്രസിഡന്റുമാരെയോ കമ്മിറ്റികളെയോ പരിഗണിച്ചിട്ടില്ല. പലയിടത്തും വീതം വയ്പ് നടന്നു എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് വരുന്നത്. ഓരോ സ്ഥലത്തും പ്രതിഷേധിച്ച് റിബൽ സ്ഥാനാർത്ഥികൾ രംഗത്തെത്തുന്നു. നേരത്തെ ഷമ്മി സൂചിപ്പിച്ചതുപോലെ നേമം സീറ്റിനെ ചൊല്ലിയാണ് വലിയ തർക്കം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് നേമം ഷജീറിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. GV ഹരിയായിരുന്നു അവിടുത്തെ വാർഡും ഒപ്പം തന്നെ KC വേണുഗോപാൽ അനുയായികളും പ്രത്യേകിച്ച് ആ വാർഡിൻ്റെ പ്രത്യേക സാഹചര്യം കണക്കിലെടുത്ത് മുന്നോട്ട് വച്ചിരുന്നത്. എന്നാൽ അത് പരിഗണിക്കാതെ നേമം ഷജീറിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചു. അത് BJPയുമായിട്ടുള്ള കൂട്ടുകച്ചവടമാണ് എന്നതാണ് ഇപ്പോൾ വലിയ തരത്തിലുള്ള ആരോപണം വരുന്നത്. നേമം സീറ്റിൽ BJP ആണ് നിലവിലുള്ള സിറ്റിംഗ് കൗൺസിലർ. വർഷങ്ങളായി തുടർച്ചയായി BJPയുടെ കയ്യിലുള്ള സീറ്റാണ്. വലിയ മെജോറിറ്റിയിലാണ് അവിടെ BJP വിജയിക്കുന്നത്. അവിടുത്തെ പ്രത്യേക പരിഗണന, പ്രത്യേക വോട്ടിംഗ് പാറ്റേൺ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തേണ്ടതായിരുന്നു എന്ന തരത്തിലാണ്. അങ്ങനെയാണ് GV ഹരിയെ മുന്നോട്ട് വച്ചത്. പക്ഷേ അവിടുത്തെ പ്രദേശത്തെ വിഷയങ്ങൾ മനസ്സിലാക്കി അവിടെ ചേർന്ന് നിൽക്കുന്ന ഒരാളെ പരിഗണിക്കാതെ മറ്റൊരാളെ കെട്ടിയിറക്കി എന്ന തരത്തിലുള്ള വലിയ തരത്തിലുള്ള ആരോപണമാണ് വരുന്നത്. അതിന് ചില കണക്കുകൾ കൂടി കോൺഗ്രസ് നേതാക്കൾ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ഇക്കാര്യത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടായിട്ടുള്ളത്. KPCC നേതൃത്വത്തിനും ഒപ്പം തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ KC വേണുഗോപാലിൻ്റെ അടുത്ത തിരുവനന്തപുരത്തെ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന മണക്കാട് സുരേഷ് അടക്കമുള്ള നേതാക്കൾ കടുത്ത പ്രതിഷേധത്തിലാണ്. GV ഹരിയെ തന്നെ സ്ഥാനാർത്ഥിയായി അവിടെ നിർണ്ണയിക്കണമെന്ന് അദ്ദേഹം അടക്കമുള്ള നേതാക്കൾ KPCC അറിയിച്ചതാണ്. പക്ഷേ K മുരളീധരൻ ചെയർമാനായിട്ടുള്ള കോർ കമ്മിറ്റി ഇത് പൂർണ്ണമായി തള്ളിക്കളഞ്ഞു. പക്ഷേ ഇക്കാര്യത്തിൽ K മുരളീധരൻ അടക്കം മനസ്സിൽ ഉണ്ടായിരുന്ന സ്ഥാനാർത്ഥി GV ഹരി തന്നെയായിരുന്നു. പക്ഷേ ഈ ഷാഫി പറമ്പിൽ വിഭാഗം കടുത്ത നിലപാട് സ്വീകരിച്ചു. ഈ നേമം സജീറിനെ തന്നെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിക്കണമെന്ന കടുംപിടുത്തമാണ് അങ്ങനെ സജീറിനെ അവിടെ പ്രഖ്യാപിക്കുന്നത്. അവിടെ നിയമത്തിൻ്റെ പ്രത്യേക സാഹചര്യത്തിൽ അങ്ങനെ നേമ സജീറിനെ പോലത്തെ ഒരു സ്ഥാനാർത്ഥി BJPക്കെതിരെ മത്സരിക്കുകയാണെങ്കിൽ പ്രത്യേക തരത്തിലുള്ള ക്യാമ്പയിൻ BJP നടത്താനുള്ള സാധ്യതയുണ്ട്. അത് അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നമുക്ക് കണ്ടാലും മനസ്സിലാകും. അതുകൊണ്ടാണ് GV ഹരിയെ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നിയമത്ത് തന്നെ BJPയും കോൺഗ്രസും തമ്മിലുള്ള കൂട്ടുകച്ചവടമാണ് നടത്തിയത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് കണക്കാക്കിയിട്ടുള്ള പരസ്പരമുള്ള വച്ചുവാങ്ങലാണ് എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ് നേതാക്കൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഒപ്പം തന്നെ കാഞ്ഞിരംകുളം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഇപ്പോൾ രാജിവെച്ചിരിക്കുന്നു. ഉപേഷ് സുഗതൻ. അദ്ദേഹം വർഷങ്ങളായി KSUവിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെ ഒക്കെ ഭാരവാഹിയായി മണ്ഡലം ഭാരവാഹിയായിരുന്ന നേതാവാണ്. അദ്ദേഹത്തോളം രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഇവിടെ എല്ലാ കാര്യങ്ങൾക്കും വന്നിരുന്ന ആള്, രാഹുൽ മാങ്കൂട്ടത്തിന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഇദ്ദേഹമല്ലേ? തീർച്ചയായും ഷാഫി പറമ്പിലിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരത്ത് സംരക്ഷണ കവചം ഒരുക്കി അദ്ദേഹത്തിനൊപ്പം എപ്പോഴും സഞ്ചരിക്കുന്നത് നേമം സജീറാണ്. VD സതീശൻ്റെ വാക്ക് അടക്കം ധിക്കരിച്ചുകൊണ്ട് പാർട്ടിയുടെ പൂർണ്ണമായി പിന്തുണ കൊടുത്ത് നിയമസഭയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിനെ എത്തിച്ചത്. ഒപ്പം തന്നെ ലിഫ്റ്റിൽ കയറ്റി നിയമസഭാ കവാടം വരെ ഈ നേമം സജീർ ഉണ്ടായിരുന്നു. അത് സംബന്ധിച്ച് വലിയ തരത്തിലുള്ള വിമർശനം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അടക്കം കേട്ടതാണ്. അത്തരമൊരു നേതാവിനെയാണ് നിയമമണ്ഡലത്തിൽ മത്സരിപ്പിക്കുന്നത്. മാത്രമല്ല നിയമത്തെ വാശി പിടിച്ച് അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയാവണമെന്ന നിലപാട് സ്വീകരിച്ചു. അത് വലിയ തരത്തിലുള്ള തിരിച്ചടിയാവും എന്ന തരത്തിലുള്ള പ്രതിഷേധമാണ്. ഒപ്പം തന്നെ ഈ കാഞ്ഞിരംകുളത്ത് ഉണ്ടായ പ്രതിഷേധം വളരെ വലുതാണ്. സ്ഥലം MLA ആയിട്ടുള്ള വിൻസെന്റിനെതിരെയുള്ള പ്രതിഷേധമാണ്. അവിടെ പാർട്ടിയെ പൂർണ്ണമായി പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളെ കേൾക്കുന്നില്ല. ഒരു വിഭാഗം നേതാക്കളുടെ മാത്രം വിൻസെന്റിൻ്റെ മാത്രം ഏകാധിപത്യമാണ് നടക്കുന്നത്. അതുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല. ഈ ഹാർബർ വാർഡുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ പോർട്ട് വാർഡുമായി ബന്ധപ്പെട്ടും വിഴിഞ്ഞം വാർഡുമായി ബന്ധപ്പെട്ട വലിയ തർക്കം ആ ഭാഗത്തുണ്ട്. ഒപ്പം തന്നെ
പഞ്ചായത്ത് സ്ഥാനാർത്ഥികളുടെ നിർണ്ണയത്തിലൊക്കെ തന്നെ ഏകപക്ഷീയമായി വിൻസെന്റ് ഇടപെടുന്നു എന്നതാണ്. ഒപ്പം തന്നെ പുഞ്ചക്കരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ മഹിളാ കോൺഗ്രസിന്റെ മുൻ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് AG കൃഷ്ണവേണിയാണ് റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. കഴിഞ്ഞ ദിവസം അവർ യോഗം ചേർന്ന് ബ്ലോക്ക് പ്രസിഡന്റിന്റെ അടക്കം തന്നെ മണ്ഡലം പ്രസിഡന്റ് അടക്കം നേതൃത്വത്തിൽ യോഗം ചേർന്ന് ഒരു വിഭാഗം കോൺഗ്രസ് പ്രവർത്തകർ റിബൽ സ്ഥാനാർത്ഥിയായി AG കൃഷ്ണവേണിയെ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൗണ്ട് കടവ് വാർഡിൽ സമാനമായ തർക്കമുണ്ട്, അത് ലീഗിന് നൽകി. അതാണ് വലിയ തരത്തിലുള്ള പ്രതിഷേധം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം തന്നെ ഒരു സംശയം, അതായത് ഇപ്പോ ഈ പറയുന്നത് പോലെ ഈ ഒരു സ്ഥാനാർത്ഥി പട്ടിക 48 പേരുടെ സ്ഥാനാർത്ഥി പട്ടിക ആദ്യം കോൺഗ്രസ് പ്രഖ്യാപിക്കുമ്പോൾ പ്രാദേശികമായ ഒരു ചർച്ചയും ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടില്ല എന്നാണോ? പ്രാദേശികമായ ഒരു ചർച്ചയും നടത്താതെ ഇക്കാര്യത്തിൽ ഒരു ലിസ്റ്റ് അടിച്ചേൽപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിച്ചു എന്നാണോ? ഷമ്മി, പലതരത്തിലുള്ള തർക്കങ്ങളുണ്ട്. ഒന്ന്, പ്രാദേശികാടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ ഈ സ്ഥാനാർത്ഥി കുപ്പായം തയ്പ്പിച്ചിട്ട് പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയ ഒരു വിഭാഗം നേതാക്കളുണ്ട്. അത് മണ്ഡലം ഭാരവാഹികളടക്കം വരുന്ന വാർഡ് പ്രസിഡന്റ് അടക്കം വരുന്ന നേതാക്കളാണ്. പക്ഷേ ഇത് ചർച്ചകൾക്ക് അവരാണ് സ്ഥാനാർത്ഥിയാവേണ്ടത് നിർദ്ദേശങ്ങൾ വാർഡ് പ്രസിഡന്റുമാർ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെ മണ്ഡലം കമ്മിറ്റി അടക്കം മുന്നോട്ട് വെച്ച പേരുകൾ അവസാനം കോർ കമ്മിറ്റി തഴഞ്ഞു. കോർ കമ്മിറ്റി തഴഞ്ഞാണ് വട്ടിയൂർക്കാവിലടക്കം കവടിയാറിലടക്കം ഈ KS ശബരിനാഥനടക്കമുള്ള നേതാക്കളെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചത്. അവിടുത്തെ വാർഡ് പ്രസിഡന്റായിട്ടുള്ള ശിവകുമാറിനെയാണ് അവർ തീരുമാനിച്ച് മുന്നോട്ട് നൽകിയത്. പക്ഷേ ആ പേര് ഒഴിവാക്കി KS ശബരിനാഥനെ കെട്ടിയിറക്കിയെന്ന ആരോപണം കവടിയാറിലുണ്ട്. സമാനമായി പലയിടത്തും സമാനമായ ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഷമ്മി പറഞ്ഞതുപോലെ ഇക്കാര്യത്തിൽ കോർ കമ്മിറ്റി ഏകപക്ഷീയമായി സ്ഥാനാർത്ഥികളെ മുകളിൽ നിന്ന് താഴേക്ക് കെട്ടിയിറക്കിയെന്നാണ് ആരോപണമായി വരുന്നത്. മുട്ടട വാർഡിൽ സമാനമായ പ്രതിഷേധം നടക്കുന്നുണ്ട്. അങ്ങനെ വിവിധ വാർഡുകളിൽ സമാനമായ പ്രതിഷേധം തുടരുന്നുണ്ട്. അപ്പോൾ ഈ പ്രതിഷേധത്തിനിടയിലാണ് ഇപ്പോൾ കൂട്ടരാജികൾ ഉണ്ടാകുന്നത്. ഒപ്പം തന്നെ ഈ BJP കോൺഗ്രസ് കൂട്ടുകച്ചവടമാണ് എന്ന കാര്യത്തിൽ നിയമം വാർഡിനെ സംബന്ധിച്ച് പറയുന്നത്. നിയമം വാർഡ് വളരെ തരത്തിൽ BJP ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന വാർഡാണ്. തുടർച്ചയായി ഇതിപ്പോൾ ഈ പറയുന്നത് പോലെ ആകപ്പാടെ 10 സീറ്റ് കഴിഞ്ഞ തവണ വിജയിച്ച കോൺഗ്രസിനെ സംബന്ധിച്ചിപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ അവകാശവാദങ്ങൾക്കൊന്നും വലിയ പ്രസക്തിയൊന്നുമില്ല. പക്ഷേ ഈ നേമം സജീറിനെ പോലെ ഒരാൾക്ക് സീറ്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ അത് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും തങ്ങളുടെ ഒരു പ്രതീകമായി ഞങ്ങൾ ഇത്രമാത്രം പവർഫുള്ളാണ്, GV ഹരിയെ പോലെ ഒരാളെ മാറ്റി നേമം സജീറിനെ പോലെ ഒരാളെ നിർത്താൻ തക്ക പവർഫുള്ളാണ് എന്നൊരു പ്രഖ്യാപനം അതിലില്ലേ? ഒരുപക്ഷെ നേരത്തെ നൃപൻ പറഞ്ഞതുപോലെ വർഗീയമായ സാമുദായികമായ ഒരു ധ്രുവീകരണത്തിന് കൂടി ഈ ഒരു സ്ഥാനാർത്ഥിത്വം അവിടെ കാരണമാവുകയില്ലേ? അതിന് ഷാഫി പറമ്പിലും നേതൃത്വം നൽകുകയല്ലേ ചെയ്യുന്നത്? തീർച്ചയായും വലിയ തരത്തിൽ നഗരസഭയിലെ മറ്റ് 100 വാർഡുകളിൽ 101 വാർഡാണുള്ളത്. 100 വാർഡുകളിലും BJP ഇത് ക്യാമ്പയിനായി നടത്തുമെന്ന കാര്യം ഉറപ്പാണ്. കാരണം നേമം സജീർ മത്സരിക്കുന്ന നേമം വാർഡെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് BJPയുടെ ഒരു പ്രത്യേക കേന്ദ്രം കൂടിയാണ്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു, അവർക്കൊരു കേന്ദ്രമായിട്ടുള്ള തുടർച്ചയായി BJP ജയിക്കുന്ന വാർഡിൽ പ്രത്യേകിച്ച് അവിടെ നിലനിൽക്കുന്ന ചില വോട്ടിൻ്റെ പ്രത്യേക പരിഗണനയും പ്രത്യേക സമീപനങ്ങളുമുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുകയാണെങ്കിൽ അതിൻ്റെ ചാർട്ട് തന്നെ കോൺഗ്രസ് നേതാക്കൾ തന്നെ നേതൃത്വത്തിന് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ നോക്കുകയാണെങ്കിൽ BJP അത് പരമാവധി വർഗീയമായി ധ്രുവീകരണത്തിലേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുള്ളൊരു സ്ഥാനാർത്ഥിയായി നേമം ഷജീർ മാറുകയാണ്. അങ്ങനെ അവർക്ക് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ തന്നെ അങ്ങനെ ഒരു അവസരം നേരിട്ട് കോൺഗ്രസ് തന്നെ നൽകി എന്ന തരത്തിലുള്ള വിലയിരുത്തലാണ് ഉള്ളത്. ഇങ്ങനെ ഈ സന്ദേശം നേമത്തും വട്ടിയൂർക്കാവിലും പല മണ്ഡലങ്ങളിലേക്കും BJP ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു ക്യാമ്പയിൻ കൊണ്ടുവന്നാൽ അതിൻ്റെ നഷ്ടം കോൺഗ്രസിൻ്റെ തന്നെയായിരിക്കും. അതിന് കോൺഗ്രസ് തന്നെ വഴിമരുന്നിട്ടു. ഈ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും വഴിമരുന്നിട്ടു എന്ന തരത്തിലുള്ള പ്രചരണമാണുള്ളത്. GV ഹരി എന്ന് പറഞ്ഞ നേതാവിനെ മണക്കാട് സുരേഷ് അടക്കമുള്ള നേതാക്കൾ പലതവണ മുന്നോട്ട് വെച്ചതാണ്. കോർ കമ്മിറ്റി യോഗത്തിൽ ശക്തമായി വാദിക്കുകയും ചെയ്തു. അദ്ദേഹം ഏറെക്കുറെ GV ഹരി മത്സരിക്കാൻ സന്നദ്ധമാവുകയും മത്സരരംഗത്തേക്ക് പോകാനുള്ള തീരുമാനമെടുക്കുകയും ചെയ്തു. പക്ഷേ അവസാനം കഴിഞ്ഞ ദിവസം ചേർന്ന കോർ കമ്മിറ്റി യോഗത്തിൽ നേമം ഷജീറിന് വേണ്ടി ശക്തമായി മറുവിഭാഗം വാദിച്ചു. അദ്ദേഹത്തിന് വേണ്ടി ഒരു വിഭാഗം നേതാക്കൾ ശക്തമായി വാദിക്കുകയും ഇക്കാര്യത്തിൽ അങ്ങനെ നേമ ഷജീർ അല്ല എങ്കിൽ പലതരത്തിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാവുകയെന്ന് നേതാക്കളെ താക്കീത് ചെയ്യുകയും ചെയ്തു. അങ്ങനെയാണ് അതിൽ നമ്മൾ കാണേണ്ട ഒരു കാര്യമുണ്ട് നൃപൻ. അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് അവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ എൻ ബ്ലോക്കായി വി ശിവൻകുട്ടിക്ക് പിന്നിൽ അണിനിരന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇത്തവണ ഇത്തരത്തിലൊരു ഷജീറിനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ ഈ വോട്ടുകൾ
UDF-ലേക്ക്, അതായത് പൂർണ്ണമായും ഒരു മുസ്ലിം കൺസോളിഡേഷൻ UDF-ലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന വളരെ വർഗീയമായ ഒരു ചിന്ത കൂടി ഇത്തരത്തിൽ അവിടെ വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. ഈ പറയുന്ന ഷാഫി ആണെങ്കിലും രാഹുൽ മാങ്കൂട്ടവും ഷജീറിനെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നത് നമുക്കറിയാം. BJP-ക്ക് ഒരുപക്ഷെ തിരുവനന്തപുരം ജില്ലയിൽ ഏറ്റവും സ്വാധീനമുള്ള ഒരു പ്രദേശത്ത് ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ കൊണ്ടുപോയി സ്ഥാനാർത്ഥിയാക്കുക വഴി വളരെ കൃത്യമായ ഒരു ഒരു വിഭാഗീയത അവിടെ ഉയർത്തിക്കൊണ്ടുവരിക തന്നെയാണ് പിന്നെ കോൺഗ്രസും ഷാഫി പറമ്പിലും അടക്കമുള്ളവർ ചെയ്യുന്നത്. തീർച്ചയായും മതേതര വോട്ടുകൾ BJP-യിൽ നിന്ന്, പ്രത്യേകിച്ച് കോൺഗ്രസിൽ നിന്ന് ഒലിച്ചുപോയ മതേതര വോട്ടുകൾ തിരിച്ച് കൊണ്ടുവരിക എന്ന ലക്ഷ്യമാണ് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉള്ളത് എന്നതാണ് കെ മുരളീധരൻ അടക്കമുള്ള നേതാക്കൾ പറഞ്ഞത്. DCC ഭാരവാഹികളടക്കം അത്തരത്തിലൊരു പ്രസ്താവന നടത്തി. KS ശബരിനാഥനടക്കം തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനിൽ ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാന ക്യാമ്പയിനും അത് തന്നെയാണ്. പക്ഷേ നേമം സീറ്റിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടുകൂടി കോൺഗ്രസ് ഉന്നം വയ്ക്കുന്നത് എന്താണ് എന്ന കാര്യം ഏറെക്കുറെ വ്യക്തമായി. അവിടുത്തെ വോട്ടിംഗ് പാറ്റേൺ ഇപ്പോൾ തന്നെ ഷമ്മി പറഞ്ഞതാണ്. കൂടുതൽ ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തുടർച്ചയായി എങ്ങനെയാണ് നേമത്ത് BJP ജയിക്കുന്നത്, ഏത് തരത്തിലുള്ള ക്യാമ്പയിനാണ് നേമത്ത് BJP നടത്തുന്നത്, ആ ക്യാമ്പയിന് കൂടുതൽ ആക്കം വയ്ക്കുന്ന ഒരു സ്ഥാനാർത്ഥിയെ തന്നെ കോൺഗ്രസ് വിട്ടുകൊടുത്തിരിക്കുന്നു. അത് തൊട്ടടുത്ത പല വാർഡുകളിലേക്കും, എസ്റ്റേറ്റ് വാർഡാകട്ടെ, അപ്പുറത്തുള്ള പൂഴിക്കുന്ന് വാർഡാകട്ടെ, അടുത്തുള്ള കരമന വാർഡാകട്ടെ, പല വാർഡുകളിലും ഇത് സ്വാഭാവികമായും ഇതിൻ്റെ സ്വാധീനമുണ്ടാകും. ആ സ്വാധീനം BJP-ക്ക് ഉണ്ടാക്കുന്ന തരത്തിലേക്ക് ഒരു മാർഗം, ഒരു വഴി കൂടി കോൺഗ്രസ് തുറന്നു കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു ചർച്ച BJP ഇപ്പോൾ തന്നെ ആരംഭിച്ചിട്ടുമുണ്ട്. ഇങ്ങനെ ഈ തെരഞ്ഞെടുപ്പിലും, നിർണായകമായ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിൽ വീണ്ടും കോൺഗ്രസ് ഇത്തരത്തിലൊരു സമീപനം സ്വീകരിച്ചതിനെതിരെ മുതിർന്ന നേതാക്കൾക്ക് ശക്തമായ പ്രതിഷേധമുണ്ട്. പ്രത്യേകിച്ച് KC വേണുഗോപാലിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ തന്നെ പ്രധാനപ്പെട്ട തിരുവനന്തപുരത്ത് കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന KPCC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള മണക്കാട് സുരേഷ്, ഒപ്പം തന്നെ നെയ്യാറ്റിൻകര സ്ഥാനം തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ പലവട്ടം ആവശ്യപ്പെട്ടതാണ്. ഇങ്ങനെ ഒരിക്കലും അവിടെ നേമം ഷജീറിനെ മത്സരിപ്പിക്കുക, അത് ഗ്രൂപ്പല്ല, അവിടുത്തെ സാഹചര്യം അങ്ങനെയാണ്, അത് മനസ്സിലാക്കണം എന്ന് നേതൃത്വത്തിനോട് ആവശ്യപ്പെട്ടു. പക്ഷേ അത് ചെവിക്കൊള്ളാതെയാണ് നേമം ഷജീറിനെ അവിടെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അത് സ്വാഭാവികമായി നഗരത്തിലെ പല മണ്ഡലങ്ങളിൽ സ്വാധീനിക്കും. BJP അത്തരത്തിലുള്ള ക്യാമ്പയിനിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അങ്ങനെ പലയിടത്തും രാജി ഉണ്ടാകുന്നു, കാഞ്ഞിരംകുളത്ത് രാജി ഉണ്ടാകുന്നു, ഒപ്പം തന്നെ പൗണ്ട് കടവിൽ സമാനമായ പ്രതിഷേധമുണ്ടാകുന്നു. പുഞ്ചക്കരിയിൽ യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി, മുൻ ജനറൽ സെക്രട്ടറി തന്നെ റിബൽ സ്ഥാനാർത്ഥിയായി മത്സരിക്കുകയാണ്. KG കൃഷ്ണവേണിയാണ്. അവിടെയും അവർ യോഗം ചേർന്ന് പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. സമാനമായ പ്രതിഷേധം നഗരത്തിലെ പല മണ്ഡലങ്ങളിലും ഉണ്ടാവുകയാണ്. ഷമ്മി, നൃപനാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.